ഹായ് ഫ്രണ്ട്സ്, ഈവനിങ് നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴേട്ടാ ഞങ്ങൾക്ക് ഹൈലൈറ്റ് മള്ളിലേക്ക് ഒന്ന് വെറുതെ പോയാലോ എന്നൊരു ചിന്ത വന്നത്. പിള്ളേരുടെ വെക്കേഷനൊക്കെ തീരല്ലേ, നാളെ തൊട്ട് സ്കൂൾ തുറക്കാണല്ലോ എന്നാലോചിച്ചപ്പോൾ ചേട്ടനും പറഞ്ഞു, വാ നമുക്കൊന്ന് വേഗം പോയിട്ട് വരാം, ഒരുപാട് ലേറ്റ് ഒന്നും ആവരുത്, ഇപ്പം തന്നെ നമുക്ക് ഡ്രസ്സ് മാറാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങൾ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ രാത്രി പോണേൻ്റെ വൈബ് എന്ന് പറയുന്നത് ഒരു വേറെ സുഖമാണ് കേട്ടോ. നമ്മൾ രാവിലെ പോകുന്ന പോലെയല്ല രാത്രി പോകുമ്പോൾ. നൈറ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഹൈലൈറ്റ് മാളിൽ എത്തിയപ്പോൾ നമ്മളിത് അങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണേ. അവിടെ ഇരിക്കുന്ന വണ്ടികൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഉള്ളിൽ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്ന്. പിന്നെ സ്കൂൾ വെക്കേഷൻ തീരാണല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു തിരക്കും കൂടിയും ഉണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വൈബാണേ അവിടെ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ട് അമ്മൂസിനാണെങ്കിൽ ഈ സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് കിടന്ന് തുള്ളിച്ചാടായിരുന്നു. ഞങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കടി പതുക്കടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളൊന്നും മൈൻഡാക്കുന്നില്ല, അവൾ കൂളായിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. 3 പേര് ശ്രദ്ധ ഇങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കണം ആ ബസ്സിലേക്കാണ് കേട്ടോ. ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു നമുക്കിപ്പോൾ കയറണ്ട, തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത്തിരി സമ്പാദനയെ കയറ്റാമെന്ന് പറഞ്ഞുല്ലോ, അത് തന്നെ അവർക്ക് വലിയൊരു കാര്യമായിരുന്നു. ഞങ്ങൾ അവിടെ മൊത്തം ചുറ്റി ഇറങ്ങി ബസ്സിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഹായൊക്കെ കൊടുത്ത് പതുക്കെ ഇങ്ങോട്ട് നീങ്ങി കേട്ടോ. അപ്പോഴാണ് ഈ മുകളിലത്തെ ലൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചോട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. ഈ മസാജ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല സുഖമാണ് കേട്ടോ ഈ മസാജ് ചെയ്യുമ്പോൾ. നമുക്ക് ബോഡിയിലുള്ള പെയിനും കാര്യങ്ങളും ഒക്കെ മാറാൻ അത് സഹായിക്കും കേട്ടോ. പിന്നെ ഞങ്ങളിവിടുത്തെ കടകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളെക്കാൾ ആസ്വദിക്കുന്ന ആരാണെന്നറിയോ, നമ്മുടെ അമ്മൂസ് തന്നെയാണ്. അമ്മൂസ് എല്ലാ ഭാഗങ്ങളും ആസ്വദിച്ച് കണ്ട് എല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് അവൾ നടക്കുന്നത്. മുകളിലേക്ക് കയറാനായിട്ടാണ് കേട്ടോ അവൾ അവിടെ നിന്നത്. പക്ഷേ ഞങ്ങൾ മുകളിലേക്കല്ല താഴേക്കാണെന്ന് പറയുമ്പോൾ വേഗം ഇങ്ങോട്ടേക്ക് പോന്നു. അവൾ ഒറ്റയ്ക്ക് തന്നെ ഞാൻ കയറുകൊണ്ട് എന്ന് പറയട്ടെ കേട്ടോ വന്നത്. പക്ഷേ അവിടെ എത്താറായപ്പോൾ അവൾക്കൊരു പേടി തോന്നി. അപ്പോൾ അച്ചൂസ് കാണിച്ചു കൊടുത്തോടി അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണ് കയറണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാണിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ എന്നാലും അവൾക്കൊരു പേടി, അവൾക്ക് എൻ്റെ സഹായം വേണ്ടി വന്നു. അവൾ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നു കേട്ടോ. അവൾ ആകെ പേടിച്ചു പോയി കയറിയപ്പോൾ. പിന്നെ അച്ചു ഇതൊക്കെ എന്ത് നിസ്സാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ അവൻ നിൽക്കണ്ടായിരുന്നത്. ചേട്ടനും സച്ചും പിന്നെ ഇതെല്ലാം കണ്ട് പുറകിലായിരുന്നു കേട്ടോ വരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടുത്തെ തിരക്ക് തന്നെ കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ബില്ലിംഗ് സെക്ഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ഒരു സൈഡിൽ ഞങ്ങളൊരു സംഭവം കണ്ട കേട്ടോ. എന്താണെന്നല്ലേ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ സംഭവം. ഒരു സ്കൂളിലേക്ക് വേണ്ട A തൊട്ട് Z വരെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നെയിം സ്ലിപ്പ് ആവട്ടെ, ബോക്സ് ആവട്ടെ, അംബ്രലാസ് ആവട്ടെ, ബാഗ് ആവട്ടെ, ഒരുവിധം എല്ലാ സാധനവും 50% ഓഫറിലാണ് ഇവരിവിടെ ഇട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ ഞങ്ങളിത് മുന്നേ ഈ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്ത കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങേണ്ടി വന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടേ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. കാരണം അത്രയും തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ബില്ല് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് നേരമാവും. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളെന്നാൽ കയറേക്കാം എന്നുള്ള ധാരണയിൽ അങ്ങോട്ട് നടന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചെറുതായിട്ട് അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അതൊക്കെ ഇവിടെ എത്തിക്കണ്ടപ്പോൾ നമ്മുടെ എല്ലാം പോയിട്ടോ. നമുക്ക് എന്തൊക്കെ വാങ്ങണം, എന്താ വാങ്ങണ്ടാത്തേ, എന്താ ചെയ്യേണ്ടത് എന്നൊരു ധാരണയിലാണ് നടക്കണേ. കാരണം ഒട്ടനവധി ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ടായിരുന്നു. ചേട്ടൻ എപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരിക്കാട്ടോ. പുള്ളിക്കാരൻ എവിടെ ഇറങ്ങിയാലും ആളുടേതായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ എവിടെയാണെങ്കിലും. അപ്പോൾ ആളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഗ്യാപ്പിലാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലുള്ള സാധനങ്ങളൊക്കെ കണ്ടത് കേട്ടോ. എന്താണെന്നല്ലേ, കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തേക്കാണ് എൻ്റെ കൂടുതലും ശ്രദ്ധ പോയത് ജാം. ഞാൻ അവിടെ നിന്ന് ഒരു മിക്സഡ് ജാം വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പതുക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ളതൊന്നും ഇടാണ്ടിരുന്നത്. മുകളിലേക്ക് കയറി വരുന്നതിൻ്റെ ഇടയിൽ സമയം നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം മനസ്സിലായത് സമയം 11 മണിയായിരുന്നു. നാളെ ചേട്ടന് വർക്കിന് പോകേണ്ട കാരണം ഇനി അധികം ലേറ്റ് ആവണ്ട, പിള്ളേരെ ബസ്സിലൊക്കെ കയറ്റിയിട്ട് നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേഗം പോകേണ്ട കാര്യങ്ങൾ, പിള്ളേർക്ക് പിന്നെ സന്തോഷമായി ബസ്സിലാണല്ലോ കയറാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ പോയിട്ട് പിള്ളേരെ കയറ്റിയിട്ട് വാ, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാതെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ താഴേക്ക് പോയി ഇതേ പിള്ളേരെ ബസ്സിൽ കയറ്റി കേട്ടോ. അതിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ബസ്സിൽ. അപ്പം അതൊക്കെ വെച്ച് അവരതെല്ലാം കൂളായിട്ട് അവർ ഇനി ഇങ്ങോട്ട് കയറ്റണ്ട, അവർ ആ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെല്ലാം എന്ന് വിചാരിക്കുമ്പോഴേക്കും അവരിങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നിട്ട് അവർ ഒന്നും കൂടി ചുറ്റി നോക്കിയപ്പോൾ കാറൊക്കെ അടിയിൽ കണ്ടടങ്ങി. അപ്പോൾ കാറ് എന്ന് പറയുമ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് ഇനി പോവാം, ഇനിയും ലൈറ്റായി കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകേണ്ടത് സീനാവെന്ന് പറഞ്ഞു.
പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ